ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ നിസ്സാരമായിട്ട് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോഷ്യൽ മീഡിയസിൻ്റെ ഒക്കെ കുറച്ച് ലിങ്കുകൾ ഇട്ടിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്കപ്പം 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് തൊലി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ജസ്റ്റ് ഒന്ന് അവിച്ചെടുക്കണം. ഒരു 5 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് ഒന്ന് അവിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ അവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫോർക്ക് വെച്ച് ഇത് നന്നായിട്ട് മാഷ് ചെയ്യണം. മാഷ് ചെയ്ത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതിന് ഫോർക്ക് വെച്ചാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ലേസായിട്ട് ഇത് കട്ടായി പോകും. നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് പൊരിക്കടല പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പൊരിക്കടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊരിക്കടല നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് നമുക്ക് ഒരു 2 തവി പൊരിക്കടല പൊടി ഇട്ട് കൊടുക്കാം. പൊരിക്കടല പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്യണം. ചൂട് പോയ ശേഷം നമുക്ക് കൈയിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 2 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ഉരുട്ടി, നമ്മൾ ഉഴുന്ന വട ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ഒരു ഇത് വരത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചെറിയ ഉരുളയാക്കണം. നമ്മൾ പരിപ്പ് വട ഇരിക്കുന്ന പോലെ നമുക്കത് ചപ്പിച്ച് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ ആക്കി മാറ്റി വയ്ക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പ് പാൻ ചൂടാക്കുകയാണ്. പാൻ ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ പീസ് വീതം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ, ബൈ ബൈ.